നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആശാ വർക്കർമാരുടെ സമരവേദിയിലേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കുമെന്ന് സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായിട്ടല്ല താൻ എത്തിയത്, സമരക്കാരെ കാണാൻ വേണ്ടി മാത്രമാണ് താൻ എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വേതന മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം മറ്റൊരു നിർണായക പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണം സിനിമയാണോ എന്നൊരു ചോദ്യം അദ്ദേഹം നേരിട്ടു. അതിന് അദ്ദേഹം നൽകിയ മറുപടി നമുക്ക് നോക്കാം. സിനിമ കണ്ടാൽ മാത്രം പോരെന്നും വിവേകം ഉപയോഗിച്ച് മനസ്സിലാക്കുക കൂടി വേണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇടുക്കി ഗോൾഡ് ഉള്ളത് കൊണ്ടാണ് അത് സിനിമയായത്. സിനിമയ്ക്കും ഈ മൂല്യച്യുതിയിൽ പങ്കുണ്ട്. പക്ഷെ ഇതെല്ലാം സിനിമയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയരുത്. ഏറെ വിമർശിക്കപ്പെടുന്നത് ഇടുക്കി ഗോൾഡ് എന്ന സിനിമയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ അത് സിനിമയായത്, അല്ലാതെ അത് വായുവിൽ നിന്ന് ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ. അത് മഹത്വവൽക്കരിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ആ സിനിമ ചെയ്ത കലാകാരന്മാരോട് ചോദിക്കണം. ഈ മഹത്വവൽക്കരണത്തിന്റെ അപകടം ഈ വിഷയത്തിന്റെ വലിയ അപകട സൂചന നൽകിയില്ല എന്നത് ഓരോരുത്തരുടെയും വിവേകത്തിന്റെ ഭാഗമാണ്. വിവേകം ഒരു പുസ്തകത്തിന്റെ കലാകൃതിയിലോ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുടല്ലോ. അത് മനസ്സിലാക്കുന്നവരുടെ കൂടി വിഷയമാണ്. വായിച്ചാൽ മാത്രം പോരല്ലോ, അതിനെ മനസ്സിലാക്കുക എന്നുകൂടിയില്ലേ. സിനിമയിലെ വയലൻസിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. നേരിയ തോതിലെങ്കിലും സിനിമയിൽ വയലൻസ് കാണിച്ച് വളർന്ന ആളാണ് താൻ. ഇത് നല്ലതല്ല, കണ്ട് ആനന്ദിക്കാനുള്ളതല്ല, പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള സിനിമയാണ് അതൊക്കെ. മനസ്സിലാക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത് രാജ്യമാകുന്ന കുടുംബത്തിലേക്കാണ്. അവർ പാഴായി പോയിക്കൂടാ, പൊലിഞ്ഞു പോയിക്കൂടാ. ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ എല്ലാവരും ഒന്നിച്ച് രംഗത്ത് വരണമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. എന്തായാലും നിർണായകമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരവേദി അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു 19 ദിവസത്തോളമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുകയാണ്. പ്രത്യേകിച്ച് അവരുടെ ശമ്പള കുടിശ്ശിക അനുവദിക്കുക എന്ന ആവശ്യം പ്രധാനമായി അവർ ഉന്നയിച്ച് ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവർ അവിടെ സമരം നടത്തുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ഈ LDFിൻ്റെ ഭാഗത്തു നിന്നും ഈ സമരക്കാർക്കെതിരെ ഉണ്ടായത്. ഈ സമരക്കാരെ കീഴടമെന്നും അരാജകത്വ സംഘടന ഈ സമരക്കാർക്ക് പിന്നിലുണ്ട് എന്നതടക്കമുള്ള, ആവശ്യമില്ലാത്ത സമരമാണ് ആശാ വർക്കർമാർ നടത്തുന്നത് എന്നതടക്കമുള്ള ഒരു അല്ലെങ്കിൽ ഒരു പ്രതികരണമായിരുന്നു LDF നേതാക്കന്മാർ അടക്കം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ആശാ വർക്കർമാർക്കെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല, കേന്ദ്രത്തിനെതിരെയാണ് അവർ സമരം ചെയ്യേണ്ടതെന്നതടക്കമുള്ള പ്രതികരണവും LDF നേതാക്കന്മാർ നടത്തിയിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമരക്കാരെ സന്ദർശിക്കാൻ എത്തിയതെന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എത്തേണ്ടിടത്ത് എത്തിക്കും എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമാണ്. അനാവശ്യ സമരം എന്നൊരു ലേബലിലാണ് ഇപ്പോൾ സർക്കാർ പ്രതിനിധികൾ ഈ സമരത്തിനെതിരെ പ്രതികരിക്കുന്നത്. എന്തായാലും ഈ സമരം മുറ തുടരുന്നതിനിടയിൽ 3 മാസത്തോളം മുടങ്ങിക്കിടന്ന ശമ്പളത്തിന്റെ കുറച്ച് തുക അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നു. അവരുടെ ചില ആവശ്യങ്ങളൊക്കെ സർക്കാർ അംഗീകരിച്ചു. പക്ഷേ ഇനിയും അവർ സമരം തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള മഹാസംഘം, അതായത് 14 ജില്ലകളിൽ നിന്നും വനിതകളെത്തി, ഈ ആശാ വർക്കർമാരെത്തി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയൊക്കെ കാണുകയുണ്ടായി. കുറേ ദിവസമായി ഈ സമരം ഇവിടെ സെക്രട്ടറിയേറ്റിന് മുന്നിൽ തുടരുകയാണ്. കോൺഗ്രസിലെ പല നേതാക്കന്മാർ അടക്കം, രാഹുൽ മങ്കൂട്ടത്തിൽ, അതുപോലെ തന്നെ ഷാനി മോൾ ഉസ്മാൻ അടക്കമുള്ള നിരവധി കോൺഗ്രസ് നേതാക്കളടക്കം ഈ സമരപ്പന്തലിൽ എത്തിയിരുന്നു. മാത്രമല്ല LDFിൻ്റെ നേതാവ് ബിനോയ് വിശ്വം ഈ സമരക്കാർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടായി. പക്ഷേ എളമരം കരീം ഈ ഒരു സമരക്കാരെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ സമരക്കാർക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് കണ്ടത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൂടി ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിച്ച് എത്തിയിരിക്കുന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.